1984 കട്ടുറുമ്പിന് കാതോക്കുന്ന സിനിമ ഞാൻ കൊല്ലത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗിരീഷ്, നേമത്തുള്ള ഗിരീഷ് അക്കരെ എന്നൊരു മാനം സംവിധാനം ചെയ്ത ഡയറക്ടർ രണ്ടാമത്തെ പടം, നായകൻ ഞാൻ. അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസം മദ്രാസിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോകണം എന്ന് പറഞ്ഞിട്ട് 2 മണിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന ട്രെയിനിന് എന്നെ 1:55 ആരൊക്കെ ചേർന്ന് അകത്തോട്ടെടുത്ത് എറിഞ്ഞത്. ഭക്ഷണം കഴിച്ചിട്ടില്ല. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും. വിറയിലൊക്കെ ഉണ്ട് എനിക്ക്. മണി 2 ആയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിൽ ഞാനിങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുകയാണ്. എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കിട്ടിയിരുന്നെങ്കിൽ. ഇനി അടുത്ത സ്റ്റേഷൻ കോട്ടയമാണ്. അത് ഒരു 3:30 മണിയൊക്കെ ആവും എന്ന്. ഇങ്ങനെ ഇരിക്കുമ്പം അവിടെ നിന്ന് ഒരു പയ്യൻ വന്ന് വെച്ച്, സാറിൻ്റെ ഇങ്ങനെ കൈ വിറയ്ക്കുന്നു, ചേട്ടൻ എന്താ കൈ വിറയ്ക്കുന്നത്? അപ്പം എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ മേക്കപ്പ് പോലും വെച്ചിട്ട് വന്ന് കയറിയതാണ്. പിന്നെ ആ പയ്യൻ നടന്നു പോയിട്ട് പെട്ടിയിൽ നിന്ന് ഒരു പൊതി കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഇതെനിക്ക് എൻ്റെ അമ്മ രാത്രി കഴിക്കാൻ തന്ന ചപ്പാത്തിയും ബ്രെയിൻ ഫ്രൈ ആണ്. ചേട്ടൻ്റെ വിറക് കണ്ടപ്പോൾ മനസ്സിലായി, കഴിക്കണം എന്ന് പറഞ്ഞു. അതിനകത്ത് 4 ചപ്പാത്തിയും ബ്രെയിൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഞാൻ ആ ആർത്തിയോടെ ചെല്ലുന്നത് പയ്യൻ നോക്കിയത്. 2 രാത്രിത്തേക്ക് ഇയാൾ വെച്ചില്ല. ഞാൻ മുഴുവൻ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എവിടെ പോകുന്നു? ചെന്നൈക്കാണ്. എന്ത് പറ്റി? ഒരു സിനിമയുടെ കാര്യത്തിനായിട്ട് പോകുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് പേരാണ്? എൻ്റെ പേരാണ് സുരേഷ് ഗോപി. അങ്ങനെയാണ് ഞാൻ സുരേഷ് ഗോപിയെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഏതാണ്ട് 40 വർഷം കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ സുഹൃത്ത് ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ. ഒരു പ്രാവശ്യം ഞങ്ങൾ പ്രോഗ്രാമിന് ദുബായ് ഷോയ്ക്ക് പോകുമ്പോഴത്തേക്കും എവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വെളിയിൽ നിന്നിട്ട് തോന്നി, ഇത് കണ്ടോ? ഞാൻ ഇതാണ് സൂട്ട് മെറ്റീരിയൽ. ഞാൻ സൂട്ട് വയ്ക്കാൻ പോകണം. അതെ, അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാനായിരിക്കും ബെസ്റ്റ് ആക്ടർ. ഭരത് അവാർഡ്, നാഷണൽ അവാർഡ് എനിക്കായിരിക്കും. ഞാൻ പറഞ്ഞ അതിന് ട്രെയിനിങ്ങിന് പോലും വിളിച്ചിട്ടില്ല. അതിനുമുമ്പ് ഞാൻ നോക്കിക്കേട് അയച്ചിട്ടായിരുന്നത്. അടുത്ത വർഷം അവാർഡ് അനൗൺസ് ചെയ്തപ്പം കളിയാട്ടത്തിന് നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ. അന്ന് എന്നെ കാണിച്ച് തുണി സൂട്ട് തേപ്പിച്ച് പോയി ഡൽഹിയിൽ പോയി സ്ഥാനം വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ ഒരു ദീർഘവീക്ഷണമുള്ള ആളാണ് സംഭവം. പിന്നെ സുരേഷ് ഗോപി എല്ലാവരും സഹായിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. സുരേഷ് ഗോപിയുടെ മോൻ എൻ്റെ കൂടെ ഒരു 2-3 വർഷം മുൻപ് അഭിനയിച്ചത്. ഞാൻ ചോദിച്ചു, മോൻ എന്താണ് ഇങ്ങനെ? അങ്ങനെ ഒരു തീരുമാനം ഇല്ലായിരുന്നു. പെട്ടെന്ന് അഭിനയിക്കാൻ ഇറങ്ങിയെന്ന് ചോദിച്ചു പറഞ്ഞു, അച്ഛൻ രാജ്യസഭ അംഗമാണ്. ചേർന്നപ്പോൾ തന്നെ ശമ്പളം എഴുതി കൊടുത്തു. അന്തർവിദ്യ സ്ഥാപനങ്ങൾക്ക്, വൃദ്ധന്മാരുടെ അങ്ങനെ എല്ലാത്തിനും എഴുതി കൊടുത്ത ഒരു പൈസ ആയിരുന്നു. പിന്നെ ഈ TV ഷോ ചെയ്യുന്നുണ്ട്. ആ ഷോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ പൈസ അകത്ത് വെച്ച് തീരായിരുന്നു. TV വേണ്ടവർക്ക് TV, വീട് വയ്ക്കേണ്ടവർക്ക് വീടുണ്ട്, പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കുന്ന ആശുപത്രി, അതൊന്നുമില്ല. വീട്ടിൽ നിന്നൊരു ഏണിംഗ് മെമ്പർ വേണ്ടേ? അതുകൊണ്ട് ഞാൻ അഭിനയിക്കാറില്ല. ഇപ്പോഴും ഞാൻ ഇറങ്ങിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായതിനു ശേഷം 1 രൂപ പോലും ശമ്പളം വാങ്ങിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല ആളാണ്. അത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് നമുക്ക് മാത്രമല്ല, കേരളീയർക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും അദ്ദേഹം ഒരു നല്ല മിനിസ്റ്റർ ആയിരിക്കും. നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കും. ഈ പോർട്ടിൻ്റെ ഒരു ഫംഗ്ഷന് ഞാൻ പോയിരുന്നു. എന്നെയും കൂടെ വിളിച്ചിരുന്നു. എന്നെയും നന്ദുവിനെയും വിളിച്ചുകൊണ്ട് പോയിരുന്നു. അന്തമുട്ടേ കണ്ടു കഴിഞ്ഞിട്ട്. ഇത്രയും വലിയൊരു പോർട്ട്, അതിനകത്ത് ഓരോ കാര്യങ്ങൾ അവർ പഠിച്ചിട്ടൊക്കെ അവിടെ ഓഫീസേഴ്സ് ഇരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറയണം. പുള്ളി അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇത്രയാണ് അതിൻ്റെ കണക്കുകൾ അവർ പറയുന്നത്. അപ്പം ഹോംവർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു സിനിമാ നടനായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല, സ്റ്റഡി ചെയ്തിട്ടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു നല്ല മിനിസ്റ്റർ ആയിരിക്കും. എല്ലാം നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഒരു വലിയ സന്തോഷമാണ്. എന്തായാലും വെളിപ്പുറത്തേക്ക് ഒരാൾ കേന്ദ്രമന്ത്രി ആയിരിക്കും. അതുപോലെ ഒരു പ്രാവശ്യം 94 അതുകൂടെ പറഞ്ഞ ഒരുപാടുണ്ട് കഥകൾ. 94 പറഞ്ഞു ഒരു പടം കഴിഞ്ഞിരുന്നു. എല്ലാവർക്കും സങ്കടമാണ്. നമുക്കൊരു സങ്കടമാണ്. അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാം. എൻ്റെ 25,000 രൂപ, വിനേഷ് കുമാർ ഒരു 10,000 രൂപ, ഞാനും 10 രൂപ. അങ്ങനെയാണ് പഞ്ചായത്ത് ഹാളിലെ പ്രധാനപ്പെട്ട ആദ്യമായിട്ട് അന്ന് 85 പേരോളം വന്നു ഒരു മീറ്റിംഗ് വിളിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് അമ്മ എന്നുള്ള സംഘടന ഉണ്ടാകുന്നത്. അമ്മ എന്നുള്ള പേരിട്ടത് മുരളിയാണ് അമ്മ എന്നുള്ള പേര്. അപ്പോൾ ഞാൻ ആലോചിക്കണം, അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു സുരേഷ് ഗോപി. നമ്പർ 1 ആണ് അംഗത്തെ മെമ്പർ. അദ്ദേഹം വൈസ് പ്രസിഡന്റായി, പിന്നെ രാജ്യസഭ ആയി, ഇന്ത്യ കേന്ദ്രമന്ത്രി. നമ്പർ 2 ദിനേശ് കുമാർ, 25 കൊല്ലമായിട്ട് MLA മന്ത്രിയായി. നമ്പർ 3 മണിയപ്പിള്ളതായിരുന്നു. ഇത് ഒരു കോർപ്പറേഷൻ കൗൺസിൽ പ്രോഗ്രാം. ഇതൊക്കെ തലയിൽ നടക്കണം, കളിച്ചാൽ വെച്ചുള്ളൂ. ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വേദിയിൽ വന്ന് അദ്ദേഹത്തിന് അനുഭവിക്കാൻ കിട്ടുന്ന ഓരോ മൊമെന്റ്സും നമുക്ക് അഭിമാനവും സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പേര് ഗുരുവായൂരത്തിന്റെ അടുത്ത ആളാണ്. അദ്ദേഹത്തിന് എല്ലാ ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം വേണം. എല്ലാം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. ഞാൻ എന്നും പ്രാർത്ഥിക്കും. എല്ലാ നന്മകളും തരുന്നു. താങ്ക് യു.